ദ ലെജൻഡറി റൈറ്ററായ വില്യം ഷേക്സ്പിയറിന്റെ പ്രധാനപ്പെട്ട ട്രാജഡികളാണ് ഒതല്ലോ, കിങ് ലയർ, മാക്ബത്ത് ആൻഡ് ഹാംലെറ്റ്. ഇതിൽ ഒതല്ലോന്റെ സ്റ്റോറീന്റെ ഒരു സമ്മറിയും അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസറും ഉൾപ്പെടെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ട്രാജഡിയിലെ മെയിൻ ക്യാരക്ടറാണ് ഒതല്ലോ. അദ്ദേഹം ഒരു സൈന്യാധികാരിയാണ്. അവൻ ഒരു വെനീസുകാരിയായ ഡെസ്ഡിമോണയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഒതല്ലോയുടെ സഹായി ഇയാഗോ ഒതല്ലോയെ വെറുക്കുന്നു. കാരണം ഒതല്ലോ തന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളായ കാസിയോയെ പ്രൊമോഷൻ കൊടുക്കുന്നു. അസൂയയും പ്രതികാരവും നിറഞ്ഞ ഇയാഗോ ഒരു വഞ്ചനാ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അവൻ ഒതല്ലോയുടെ മനസ്സിൽ സംശയം വിധിച്ച് ഡെസ്ഡിമോണ കാസിയോയുമായി ബന്ധത്തിലാണെന്ന് അവനെ വിശ്വസിപ്പിക്കുന്നു. ഒതല്ലോ അതിൽപ്പെട്ട് അസൂയയിൽ കുരുങ്ങി ഡെസ്ഡിമോണയെ കൊല്ലുന്നു. ശേഷം ഇയാഗോയുടെ വഞ്ചന വെളിപ്പെടുമ്പോൾ ഒതല്ലോ കുറ്റബോധത്തിൽ മുങ്ങി സ്വയം ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് ഈ സ്റ്റോറിന്റെ ഒരു മെയിൻ കഥ. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഇയാഗോ ഹേറ്റ് ഒതല്ലോ? ആൻസർ, ഇയാഗോ ഹേറ്റഡ് ഒതല്ലോ ബിക്കോസ് ഹി വാസ് ജലസ് ദാറ്റ് ഒതല്ലോ പ്രൊമോട്ടഡ് കാസിയോ ഇൻസ്റ്റെഡ് ഓഫ് ഹിം. ഒതല്ലോന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇയാഗോ. അപ്പോൾ ഇയാഗോ വിചാരിച്ചു ഇയാഗോനെ ലെഫ്റ്റനന്റ് എന്ന പൊസിഷൻക്ക് പ്രൊമോട്ട് ചെയ്യും എന്ന്. പക്ഷേ കാസിയോക്ക് ഓൾറെഡി ലെഫ്റ്റനന്റായുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഒതല്ലോ കാസിയോനെയാണ് ആ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്തത്. ഇത് ഇയാഗോന്റെ മനസ്സിലൊരു ഹേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഹി ആൾസോ സസ്പെക്റ്റഡ് ദാറ്റ് ഒതല്ലോ ഹാഡ് ബീൻ ഇൻവോൾവ്ഡ് വിത്ത് ഹിസ് വൈഫ് എമീലിയ. ഒതല്ലോക്ക് ഇയാഗോന്റെ വൈഫ് എമീലിയയുമായി ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു തോട്ടും വന്നു. ഇങ്ങനെയൊക്കെ പാടുള്ള ജലസിയും ആൻഡ് റിവെഞ്ചും ഇയാഗോ പ്ലാൻഡ് ടു ഡിസ്ട്രോയ് ഒതല്ലോസ് ലൈഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ബർബൻഷ്യോസ് കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് ഒതല്ലോ? Answer, the basis of Brabantio's complaint against Othello is that Brabantio's daughter Desdemona has eloped with Othello and married him. Brabantio feels that Othello bewitched his daughter. അതായത് ബർബൻഷ്യൻസിന്റെ മകളായ ഡെസ്ഡിമോണ ഒളിച്ചോടി ഒതല്ലോയെ വിവാഹം ചെയ്തു. അദ്ദേഹം പറയുന്നത് ബർബൻഷ്യോ ഫീൽ ദാറ്റ് ഒതല്ലോ ബീവിച്ചഡ് എന്തെങ്കിലും ദുർമന്ത്രവാദത്തിലൂടെ ഡെസ്ഡിമോണയെ വശീകരിച്ച് വിവാഹം ചെയ്യിച്ചതാണെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു ആഫ്രിക്കൻ ബ്ലാക്ക് മൂറാണ്. അപ്പോൾ ഒരിക്കലും സ്വമേധയാ അവൾ പോയി വിവാഹം ചെയ്യില്ല എന്നാണ് ബർബൻഷ്യോ അവകാശപ്പെടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ബർബൻഷ്യോസ് എക്സ്പ്ലനേഷൻ ഓഫ് വൈ ഹിസ് ഡോക്ടർ ഹാസ് റൺ ഓഫ് വിത്ത് ഒതല്ലോ? തൻ്റെ മകള് ബർബൻഷ്യോന്റെ മകള് ഒതല്ലോന്റെ ഒപ്പം പോവാനുള്ളതിന് എന്ത് കാരണമാണ് ബർബൻഷ്യോ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. Then Brabantio believes that Othello used witchcraft or magic to make Desdemona fall in love with him. ബർബൻഷ്യോ ചിന്തിക്കുന്നത് ഒതല്ല എന്തെങ്കിലും ദുർമന്ത്രവാദമോ മാജിക്കോ ഉപയോഗിച്ച് തൻ്റെ മകളെ വശീകരിച്ച് വിവാഹം ചെയ്തതാണെന്നാണ് പറയുന്നത്. ബർബൻഷ്യോ പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് അഷുറൻസ് ഡിഡ് ദ ഡ്യൂക്ക് ഓഫർ ബർബൻഷ്യോ? ഡ്യൂക്ക് എന്നതിൽ വേറൊരു ക്യാരക്ടറാണ്. എന്ത് ഉപദേശമാണ് ഡ്യൂക്ക് ബർബൻഷ്യോക്ക് കൊടുക്കുന്നത്? The Duke assured Brabantio that Othello had not used any magic or trickery to win Desdemona's love and that their marriage was honest and genuine. അതായത് ഡ്യൂക്ക് പറയുന്നത് ബർബൻഷ്യോനോട് ഒതല്ല ഒരു മാജിക്കോ ഒരു മന്ത്രവാദമോ ഉപയോഗിച്ചിട്ടല്ല ഡെസ്ഡിമോണന്റെ ലവ് കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ അവരുടെ മാരേജ് സത്യസന്ധതും ജെനുവിനും ഹോണസ്റ്റുമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഹി സെഡ് ദാറ്റ് ഈവൻ ഹിസ് ഓൺ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മകള് പോലും അവനെ വിവാഹം ചെയ്യുമായിരുന്നു. അവള് അവനെ പറ്റിയുള്ള കഥകൾ കേട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മകള് പോലും ഒതല്ലോയെ വിവാഹം കഴിക്കാൻ റെഡിയാവുമായിരുന്നു എന്നാണ് ഡ്യൂക്ക് പറഞ്ഞത്. കാരണം അത്രത്തോളം പ്രശസ്തനും കഴിവുള്ളവനുമാണ് ഒതല്ലോ. അപ്പോൾ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ഏത് പെൺകുട്ടികളും റെഡിയാവുമെന്നാണ് ഡ്യൂക്ക് ബർബൻഷ്യോയോട് പറയുന്നത്. ഹൗ ഡിഡ് കാസിയോ ഫാൾ ഫ്രം ഒതല്ലോസ് ഗ്രേസ് ആൻഡ് ഗെറ്റ് ഫയർഡ്? എങ്ങനെയാണ് കാസിയോനോടുള്ള ഒതല്ലോന്റെ വിശ്വാസം നഷ്ടപ്പെട്ടതും ജോലിയിൽ നിന്ന് എങ്ങനെ പിരിച്ചുവിട്ടതും എന്നാണ് ക്വസ്റ്റ്യന്. Cassio fell from Othello's grace because he got involved in a drunken brawl instigated by Iago. ഇയാഗോന്റെ നിർബന്ധവശാല് കാസിയോ മദ്യപിക്കുകയും അതുവഴി ഒരു വഴക്കുണ്ടാവുകയും ചെയ്തു.
ആ വഴക്കിൽ ഡിസപ്പോയിൻറ്റഡ് ഇൻ കാഷോ ബിഹേവിയർ, കാഷിൻ്റെ ബിഹേവിയറിൽ ഒതെല്ലോ ഡിസപ്പോയിൻറ്റഡ് ആയി. അതുമൂലം ലെഫ്റ്റനൻറ്റ് സ്ഥാനത്തുനിന്ന് കാഷോയെ പിരിച്ചുവിട്ടു. 6th question, why did Iago hate Cassio? Iago hated Cassio because Cassio was promoted to Othello's lieutenant instead of him. അദ്ദേഹത്തിന് ഇയാഗോക്ക് പകരം ഒതല്ലോ ചൂസ് ചെയ്തത് കാഷ്യനെയാണ് ലെഫ്റ്റനന്റ് ആയി. അതുകൊണ്ട് തന്നെ ഹി ഫെൽറ്റ് ജലസ് ആൻഡ് ഓവർലുക്ക്, ബിലീവിങ് ഹി ഡിസേർവ്ഡ് ദ പൊസിഷൻ മോർ ദാൻ കാഷ്യോ. കാഷ്യോനേക്കാൾ ആ പൊസിഷൻക്ക് ഡിസേർവ് ആയത് ഇയാഗോ തന്നെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇയാഗോ തോട്ട് ദാറ്റ് കാഷ്യോ ഹാസ് സെക്ഷൽ റിലേഷൻ വിത്ത് ഹിസ് വൈഫ് എമീലിയ. ഇയാഗോന്റെ വൈഫ് എമീലിയുമായി കണ്ട് സെക്ഷൽ റിലേഷൻസ് ഉണ്ട് എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് ഇയാഗോ കാഷ്യോ വെറുക്കാൻ കാരണം. Why did Othello go to Cyprus? Answer: Othello went to Cyprus to protect it from a Turkish invasion. തുർക്കിക്കാരെ സൈപ്രസിലേക്ക് ആക്രമിക്കാൻ വരുന്നുണ്ടല്ലോ എന്നൊരു പ്ലാൻ അറിഞ്ഞിട്ടാണ് ഒഥല്ലോയെ സൈപ്രസിലേക്ക് അയച്ചത്. ഹാസ് എ കമാൻഡർ ഓഫ്, അയാളൊരു വിശ്വസ്തനായ ഒരു ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ ഹിസ് ഡ്യൂട്ടി ഈസ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ദ ഐലൻഡ്, അവിടുത്തെ സേഫ്റ്റി ഉറപ്പുവരുത്താനാണ് അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചത്. റോഡ്രിഗോ അഗ്രി ടു കിൽ കാഷ്യോ. ഇതിൽ റോഡ്രിഗോ എന്ന വ്യക്തി ഡെസ്ഡിമോണിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ്ട് താല്പര്യപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇയാഗോ കാഷ്യോനെ കൊല്ലാൻ വേണ്ടി ഒരാളെ കൂടി സഹായം ആവശ്യമുണ്ട് ഇയാഗോക്ക്. അപ്പോൾ ഇയാഗോ നേരെ റോഡ്രിഗോനെ പോയി കണ്ട് റോഡ്രിഗോനോട് പറഞ്ഞു കൊടുത്തു, ആസ് എ ആഫ്രിക്കൻ ബ്ലാക്ക് മൂറായ ഒഥല്ലോനോടുള്ള സ്നേഹം കുറച്ച് കഴിഞ്ഞാൽ ഡെസ്ഡിമോനക്ക് കുറയും. അപ്പോൾ ഡെസ്ഡിമോന്റെ സെക്കൻഡ് ഓപ്ഷൻ ഈ ഒഥല്ലോയുടെ വലം കൈയായ കാഷ്യോ ആവും. അപ്പോൾ നിനക്ക് കാഷ്യോയെ കൊല്ലാൻ വേണ്ടി ഹെൽപ്പ് ചെയ്താൽ നിനക്ക് ഡെസ്ഡിമോന്റെ ലവ് പെട്ടെന്ന് കിട്ടും. ആ ഒരു ഒത്തുതീർപ്പിൽ റോഡ്രിഗോ കാഷ്യോനെ കൊല്ലാൻ വേണ്ടി ഇയാഗോയോടൊപ്പം കൂടി. അതാണ് ഇതിന്റെ ആൻസർ. ആ ഒരു സ്റ്റോറി ബന്ധം അതാണ് ചോദിക്കുന്നത്. വൈ ഡിഡ് റോഡ്രിഗോ അഗ്രി ടു കിൽ കാഷ്യോ? റോഡ്രിഗോ ട്രസ്റ്റഡ് ഇയാഗോസ് പ്ലാന്, ഇയാഗോന്റെ പ്ലാന് ട്രസ്റ്റ് ചെയ്ത്, കാരണം ഹോപ്പിംഗ് ഇറ്റ് വുഡ് ഫുൾഫിൽ ഹിസ് ഓൺ ഡിസയേഴ്സ്, അവന്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നില്ല ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം ഇയാഗോന്റെ ഒപ്പം കാഷ്യോയെ കൊല്ലാൻ വേണ്ടി സഹായിച്ചത്. ഹൗ ഈസ് ദ ഡ്രോപ്പിംഗ് ഓഫ് ദ ഹാൻഡ് കർച്ചീഫ് ഐറോണിക്? ഇതിൽ ഹാൻഡ് കർച്ചീഫിന് നല്ലൊരു റോൾ ഉണ്ട് ഈ ട്രാജഡിയിൽ. ഈ ഹാൻഡ് കർച്ചീഫിനെ പറ്റിയുള്ള സ്റ്റോറി അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ, ദ ഡ്രോപ്പിംഗ് ഓഫ് ഡെസ്ഡിമോണാസ് ഹാൻഡ് കർച്ചീഫ് ഈസ് ഐറോണിക് ബിക്കോസ് ഇറ്റ് ബിക്കംസ് ദ കീ പ്രൂഫ് ഇയാഗോ യൂസസ് ടു കൺവിൻസ് ഒഥല്ലോ ഓഫ് ഹെർ സപ്പോസ്ഡ് ഇൻഫിഡിലിറ്റി. ഒഥല്ലോനോടുള്ള വിശ്വാസ വഞ്ചനയെ തെളിയിക്കുന്നതിനുള്ള ഒരു പ്രധാന പ്രൂഫാണ് ഈ ഹാൻഡ് കർച്ചീഫ്. അതുപോലെ തന്നെ ഇറ്റ് സിംബലൈസസ് ജലസി, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദി ബിഗിനിങ് ഓഫ് ഒഥല്ലോസ് ട്രാജിക് ഡൗൺഫാൾ. അസൂയ, അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതേപോലെ ബിഗിനിങ് ഓഫ് ഒഥല്ലോസ് ട്രാജിക് ഫാൾ, ഒഥല്ലോയുടെ പതനത്തിന്റെ തുടക്കം എന്നിവയെല്ലാം ഈ ഹാൻഡ് കർച്ചീഫ് സിംബലൈസ് ചെയ്യുന്നു. Why did Othello care about Desdemona's handkerchief? ഹാൻഡ് കർച്ചീഫിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഈ ഹാൻഡ് കർച്ചീഫ് ഒഥല്ലോ ഗിഫ്റ്റ് ചെയ്തതാണ് ഡെസ്ഡിമോണക്ക് ആസ് എ ഹിസ് ഫസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ലവ്. സോ അത് തന്നെ അതിനൊരു മാജിക്കൽ പവേഴ്സ് ഉണ്ട്. ഈ ടവല്, ഈ കർച്ചീഫ് ഒഥല്ലോക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ മദർ നൽകിയതാണ്. ഒഥല്ലോയുടെ മദറിന് ഒരു ഈജിപ്ഷ്യൻ മന്ത്രവാദിന് കൊടുത്തതാണ് ആ കർച്ചീഫ്. മന്ദാല കയ്യിലുള്ളിടത്തോളം കാലം ഭർത്താവിന്റെ സ്നേഹം അവർക്ക് കിട്ടും. തൂവാൽ നഷ്ടപ്പെടുകയോ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്താൽ ഭർത്താവ് അവളെ വെറുക്കുകയും അവൾ നാശത്തിലേക്ക് കൂപ്പുകൂട്ടുകയും ചെയ്യും. അമ്മയുടെ മരണത്തിന് തൊട്ട് മുമ്പ് ആ ടവല് ഒഥല്ലോയ്ക്ക് കൊടുത്തുകൊണ്ട് അമ്മ പറഞ്ഞിരുന്നു, ഒഥല്ലോ വിവാഹം കഴിക്കുമ്പോൾ ആ തൂവാല അവന്റെ ഭാര്യക്ക് കൊടുക്കണമെന്ന്. അങ്ങനെയാണ് ഈ കർച്ചീഫ് ഒഥല്ലോ ഡെസ്ഡിമോണക്ക് കൊടുത്തത്. ആ കർച്ചീഫ് ഇയാഗോ എമീലിയനെ കൊണ്ട് ഡെസ്ഡിമോണിന്റെ അടുത്ത് നിന്ന് മോഷ്ടിപ്പിച്ചു. പിന്നെ അങ്ങനെയാണ് അത് ഒരു പ്രൂഫായി കണ്ട്, വഞ്ചനയുടെ ഒരു പ്രൂഫായി കണ്ട് ഇയാഗോ കാണിച്ചു കൊടുക്കുന്നത് ഒഥല്ലോ. ഇയാഗോ മാനിപ്പുലേറ്റ് ഡെസ്ഡിമോനെ എങ്ങനെയാണ് ഇയാഗോന്റെ പ്ലാനിന് വേണ്ടി യൂസ് ചെയ്തതെന്ന ക്വസ്റ്റ്യന് ആൻസർ, ഡെസ്ഡിമോണ തോട്ട് ദാറ്റ് ഇയാഗോ വാസ് എ ഗുഡ് മാൻ. ഡെസ്ഡിമോണ ചിന്തിച്ചത് ഇയാഗോ ഒരു നല്ല മനുഷ്യനാണ്, അതേപോലെ ഡെസ്ഡിമോണ കൈൻഡ്നെസ് ആയ ഒബീഡിയന്റ് ആയ ഒരു വുമൺ ആണ്. അപ്പോൾ ഡെസ്ഡിമോനെയും കാഷ്യോനെയും പറ്റി അവർ തമ്മിൽ സീക്രട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഒഥല്ലോക്ക് ഇയാഗോ സൂചന കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സൂചന കൊടുത്തത് ഒഥല്ലോനെ വിശ്വസിപ്പിക്കണല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കണമെന്ന്
കാണണം എന്ന ഉദ്ദേശത്തോടെ ക്യാഷിനോട് പോയി കണ്ട് ഇയാഗോ പറഞ്ഞു, ക്യാഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചിട്ട് കാണല്ലോ. അപ്പോൾ ഒതല്ലോനോട് പറഞ്ഞിട്ട് തിരിച്ചെടുക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ട് ഡെസ്ഡിമോന വഴി ഒതല്ലോനോട് ഒന്നും കൂടി പറയിച്ചാൽ നന്നായിരുന്നു എന്ന ഉദ്ദേശത്തോടെ എന്താണ് കാഷ്യോ ഡെസ്ഡിമോന്റെ വീട്ടിൽ പോയി കണ്ട് അവർ രണ്ടാളും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഒതല്ലോനോട് ഒന്നും കൂടി തന്റെ കാര്യങ്ങളൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞു കൊടുത്തു. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഒതല്ലോ കണ്ടു. അപ്പൊ ഒതല്ലോന്റെ ഉള്ളിൽ ചെറിയൊരു സംശയം മുളപൊട്ടി. അങ്ങനെ ഒന്ന് യൂസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഡെസ്ഡിമോണിന്റെ ടവല്, ഹാൻഡ് കർച്ചീഫ് ഡെസ്ഡിമോന അറിയാതെ എമീലിയ എന്ന് പറയുന്നത് ഇയാഗോന്റെ വൈഫാണ്. ഇയാഗോന്റെ വൈഫ് മോഷ്ടിച്ചു കൊടുത്തു. അത് പിന്നെ ക്യാഷിന്റെ റൂമിൽ പോയി വിരിച്ചെടുത്തു. അത് വിരിച്ചിട്ടത് ഒതല്ലോക്ക് പിന്നെ അത് പോയി കാണിച്ചെടുത്തു. താൻ കൊടുത്ത ടവൽ ഇതാ ഡെസ്ഡിമോന ഇയാഗോക്ക് കൊടുത്തേക്കാണെന്നുള്ളൊരു അങ്ങനെ ഒരു സംശയം കൂടി ജനിപ്പിച്ചെടുത്തു. ഇങ്ങനെയൊക്കെയാണ് ഡെസ്ഡിമോനെ ഈ പ്ലാനിലേക്ക് വേണ്ടിയാണ്ട് യൂസ് ചെയ്തത്. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ദ വില്ലോ സോങ് ആൻഡ് ദ ഇന്ററപ്ഷൻ ടു ഇറ്റ്? വില്ലോ സോങ്ങും അതിനിടയിൽ ഉണ്ടാകുന്ന സംസാരത്തിന്റെ ഫലം എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഡെസ്ഡിമോണ ലേൺ ദ വില്ലോ സോങ് ഫ്രം ബാർബറി, ദ മെയ്ഡ് ഓഫ് ഹെർ മദർ. ഡെസ്ഡിമോണ ഈ വില്ലോ സോങ് പഠിക്കുന്നത് അവളുടെ അമ്മയുടെ മെയ്ഡിന്റെ അടുത്താണ്. അവളുടെ പേര് ബാർബറി എന്നാണ്. അതുപോലെ ഈ വില്ലോ സോങ്ങിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷോഡ് ഹൗ എ ഗേൾ ലവ്ഡ് എ മാൻ ഡിയർലി ബട്ട് ഹൗ ഷീ ഡിസേർട്ടഡ് ഹെർ. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ വളരെയധികം സ്നേഹിച്ചു, പക്ഷെ അവൻ അവളെ ഉപേക്ഷിച്ചു പോയി. ഇതാണ് അതിന്റെ ആ പാട്ടിന്റെ ഒരു മീനിങ് വരുന്നത്. ബാർബറി ഓഫൺ സാങ് ഇറ്റ് ആൻഡ് ഡൈഡ് സിംഗിങ് ഇറ്റ്. ബാർബറി ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് പാടുമായിരുന്നു. അതുപോലെ ആ പാട്ട് പാടിക്കൊണ്ടാണ് ബാർബറി മരിച്ചത്. ഓക്കെ, ഇൻ ദ ഇന്ററപ്ഷൻ ടു ദ സോങ് ഡെസ്ഡിമോന ആൻഡ് എമീലിയ ഡിസ്കസ്ഡ് തിങ്സ് അബൌട്ട് ദ മാരിറ്റൽ ഫിഡലിറ്റി ഓഫ് എ വുമൺ. അപ്പോൾ ഈ പാട്ട് പാടുന്നതിനിടയ്ക്ക് അവളും എമീലിയുമായി ഭാര്യമാരുടെ വിശ്വസ്തതയെ പറ്റി സംസാരിക്കുമായിരുന്നു. ഓക്കെ, എമീലിയ പറയുന്നത് എമീലിയന്റെ ഒപ്പീനിയൻ ദാറ്റ് ഇഫ് മെൻ കുഡ് ഗോ ടു അതർ വുമൺ ഫോർ ദയർ പ്ലഷർ വുമൺ ടു കുഡ് ദാറ്റ്. പുരുഷന്മാർ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഗോ ടു അതർ വുമന്റെ അടുത്തേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ വുമൺ ടു കുഡ് ദാറ്റ്, വുമനും അങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ ഡെസ്ഡിമോന പറയുന്നത് ഡെസ്ഡിമോന കുഡ് നെവർ ഇമാജിൻ സച്ച് എ തിങ്. പക്ഷെ ഡെസ്ഡിമോനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇമാജിൻ ചെയ്യാൻ തന്നെ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കഥയിൽ ഇപ്പോൾ ട്രാജഡിയിൽ പറയുന്നത് ഡെസ്ഡിമോന അവസാനം ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന ചെയ്തു എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഡെസ്ഡിമോന കൊല്ലപ്പെടുകയായിരുന്നു. ഹൗ ഡിഡ് എമീലിയ ഡൈ? എമീലിയ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുന്നത്. എമീലിയ എന്ന് പറയുന്നത് ഇയാഗോന്റെ വൈഫാണ്. അപ്പൊ ഇയാഗയാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണം എന്ന് മനസ്സിലാക്കേണ്ടത് ഒതല്ലോനോട് പോയി പറഞ്ഞു. അപ്പൊ ഒതല്ല ആ ദേഷ്യത്തില് കത്തിയും കൊണ്ട് വന്നുകാണ്ട് എന്തോ ഇയാഗയെ കൊല്ലാൻ നോക്കി. അപ്പൊ ഇയാഗോന്റെ അടുത്തേക്ക് വന്നപ്പോ ഇയാഗോന്റെ മുന്നിലേക്ക് എമീലിയെ വലിച്ചിട്ട് കണ്ട് ആ കുത്തേറ്റത് എമീലിയക്കാണ്. അങ്ങനെയാണ് എമീലിയ മരിച്ചത്. Okay, when Emilia came to know that Iago was the villain who caused all the trouble, he told Othello about his villainy. അതായത് എമീലിയ എല്ലാ സത്യങ്ങളും അറിഞ്ഞപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒതല്ലോനോട് പറഞ്ഞു. Iago asked her to shut up, but she told Othello everything, including the handkerchief. ഹാൻഡ്കർച്ചീഫിനെ പറ്റിയുള്ള കാര്യങ്ങളടക്കം എല്ലാം ഒതല്ലോയോട് തുറന്നു പറഞ്ഞു. ഈവൻ ഇയാഗോ ആസ്ക്ഡ് ഹെർ ടു ഷട്ട് അപ്പ്. ഇയാഗോ പറഞ്ഞു ഷട്ടപ്പ് പറഞ്ഞെങ്കിലും ഓളെല്ലാ കാര്യങ്ങളും തിരിച്ചു പറഞ്ഞു. ആസ് ഒതല്ലോ വാണ്ടഡ് ടു കിൽ ഇയാഗോ. അതൊക്കെ അറിഞ്ഞപ്പോൾ ഒതല്ലോക്ക് ആസ് യൂഷ്വൽ ഇയാഗോനെ കൊല്ലണമെന്ന് തോന്നി. ഹി പുഷ്ഡ് എമീലിയ ഇൻ ടു ദ ഫ്രണ്ട് ആൻഡ് സ്റ്റേബ്ഡ് ഹിയർ. ഇയാഗോ എമീലിയ മുന്നോട്ട് തള്ളി അവളെ കുത്തി. തനിക്ക് ഇഷ്ടപ്പെട്ട ഡെസ്ഡിമോണയുടെ അടുത്ത് കിടന്ന് അവൾ മരിച്ചു. ഷീ ലേ ക്ലോസ് ടു ഹെർ മിസ്ട്രസ് ഡെസ്ഡിമോണ ആൻഡ് ഡൈഡ്. ഡെസ്ഡിമോണന്റെ വേലക്കാരി, എങ്ങനെ പറയാൻ പറ്റുമെന്ന് അതറിയില്ല, അതായിരുന്നു മെയ്ഡായിരുന്നു എമീലിയ.